കേഴ്സ് എനർജികളെ സംഹരിക്കുന്നതിന്റെ എണ്ണത്തിൽ ശക്തി അളക്കുന്ന ഒരു ലോകത്ത് അതേ കേഴ്സ് എനർജികളുടെ സീമാരേഖയിൽ ഇയാൾ പുതിയൊരു ജീവൻ സൃഷ്ടിച്ചു. ജുജുത്സു ലോകം കേഴ്സ്ഡ് കോപ്സുകളെ ഉപകരണങ്ങളാക്കിയപ്പോൾ ഇദ്ദേഹം അതിനുള്ളിലെ ഹൃദയങ്ങളെ കണ്ടുപിടിച്ച് അതിനുള്ളിൽ ഫീലിങ്സ് സൃഷ്ടിച്ചു. എൽഡേഴ്സ് അവനെ ജുജുത്സു സമൂഹത്തിനൊരു ഭീഷണി എന്നാണ് വിളിച്ചത്. ഒരിക്കലും ശക്തിയിലൂടെ ഭരിക്കാത്ത, ഒരിക്കലും മഹത്വത്തിന് പിന്നാലെ പോകാത്ത രാക്ഷസന്മാരെ എങ്ങനെ മനുഷ്യരാക്കാമെന്ന് പഠിപ്പിച്ച, അടുത്ത തലമുറയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച, മനസാക്ഷിയെ തന്നെ നടപ്പിലാക്കിയ ഒരു ഒന്നൊന്നര പ്രിൻസിപ്പാൾ. പുരോഗതിയുടെ വിദ്വേഷത്താൽ എൽഡേഴ്സിനെ വധശിക്ഷയ്ക്കായി വിധിച്ചു. അതെ, രാക്ഷസന്മാരെ പോലും മനുഷ്യരാകാൻ പഠിപ്പിക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ച പ്രിൻസിപ്പൽ ഓഫ് ടോക്കിയോ ജുജുത്സു ഹൈ മാസാമിച്ചി യാഗ. ഓക്കെ ഫൈൻ, മാസമിച്ചി യാഗ, ദ മാൻ ഹു ക്രിയേറ്റഡ് ലൈഫ് ആൻഡ് പെയ്ഡ് ഫോർ ഇറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ടോക്കിയോ ജുജുത്സു ഹൈയിലെ പ്രിൻസിപ്പൾ, ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ഫുൾ പവർ സ്കെയിലും നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ഏർലി പ്രിൻസിപ്പൾ എറ എന്ന് പറയാം. അതായത് മാസമിച്ചി യാഗ ട്രഡീഷണൽ ജുജുത്സു സോൾസർ തന്നെയായിരുന്നു, പ്രിൻസിപ്പൾ ആകുന്നതിന് മുമ്പ് തന്നെ. തുടക്കത്തിൽ തൊട്ട് ഒരു കാം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഹൈലി ഇന്റലിജന്റ് ആൻഡ് ഡീപ്ലി എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന മാസമിച്ചി യാഗ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബാക്കിയുള്ള എല്ലാ സോഴ്സർമാരെ പോലെ അദ്ദേഹം പവറിനെ അല്ലായിരുന്നു മെയിനായിട്ട് കണ്ടത്. അദ്ദേഹം മനുഷ്യരുടെ ആ ഒരു മനുഷ്യത്വത്തെയാണ് മെയിനായിട്ട് കണ്ടത്. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രിൻസിപ്പൾ ഓഫ് ടോക്കിയോ ജുജുത്സു ഹൈ ആയി. സോ ഈ ഒരു പൊസിഷൻ അദ്ദേഹത്തിനെ ഡയറക്ട്ലി എഗെയിൻസ്റ്റ് ആക്കിയത് ഈ പുരോഗതിയൊന്നും വേണ്ടാത്ത, പാരമ്പര്യം മാത്രം പിന്തുടരുന്ന ഹയർ അപ്സും അതേപോലെ ക്ലാൻ കൺട്രോൾഡ് പൊളിറ്റിക്സും പിന്നെ എക്സിക്യൂഷൻ ഹാപ്പി അതോറിറ്റിക്കും എതിരാക്കി തന്നെ മാറ്റി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് അദ്ദേഹം സ്റ്റുഡൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഈ അൺജസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ചുമ്മാ എല്ലാവരെയും പോയി കൊല്ലുക എന്നുള്ളത്, അതിനെ എതിർക്കുവാൻ തുടങ്ങി. ഇമോഷണൽ ഗ്രോ ചെയ്യുവാൻ തുടങ്ങി. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ യൂജിനെയും യൂട്ടേനെയും മാർക്കീസിനെയും പാണ്ഡേനെയൊക്കെ ഈ പ്രിൻസിപ്പളും ഗോജയോടൊപ്പം തന്നെ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്. സോ ഇത്തരം ഡിഫെൻഡ് നമ്മുടെ എൽഡേഴ്സിന് മുമ്പിൽ യാഗനെ ഡേഞ്ചറസ് ആക്കി മാറ്റി. ഇവൻ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലോ എന്നുള്ള ഒരു മൈൻഡ്. യാഗയുടെ കേഴ്സ്ഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കേഴ്സ്ഡ് കോപ്സ് ക്രിയേഷൻ എന്നാണ്. അതായത് ശവശരീരങ്ങളിൽ നിന്ന് കേഴ്സ്ഡ് കോപ്സിനെ ഉദ്ധാരണം ചെയ്യുക, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മുടെ യാഗയ്ക്ക് ഒരു യുണീക്ക് സ്കില്ലുണ്ട്. സാധാരണ ഒരു കേഴ്സ്ഡ് കോപ്സ് ആണെങ്കിൽ സിമ്പിൾ കമാൻഡൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി, അവർക്ക് തന്നെ ഒരു വ്യക്തിത്വം കുറവായിരിക്കും. വെറും ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ഉപകരണം മാത്രമായിരിക്കും സാധാരണ രീതിയിലുള്ള കേഴ്സ്ഡ് കോപ്സ് ആ ഒരു ടെക്നിക്ക്. ബട്ട് യാഗ ഇതിൻ്റെ അപ്പുറം പോയി. യെസ്, അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് പാണ്ഡ, ദ മിറക്കിൾ ദാറ്റ് ഷുഡൻറ്റ് എക്സിസ്റ്റ്. പാണ്ഡേനെ സ്പെഷ്യൽ ആക്കുന്ന കാര്യങ്ങൾ തന്നെ ഓർത്താൽ മതി. പാണ്ഡ എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റെയിനിങ് കേഴ്സ്ഡ് കോപ്സ് ആണ്. ഫുള്ളി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വമുണ്ട്, അതേപോലെ തന്നെ ഇമോഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ വളരുവാനും ഇവോൾവ് ചെയ്യാനും സാധിക്കും. ഇത് സത്യം പറഞ്ഞാൽ കോമൺ അല്ലായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്തത് ഈ യാഗയാണ്. ഇതിൻ്റെ സീക്രട്ട് മെത്തേഡ് എന്ന് പറയുന്നത് യാഗ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു സെൽഫ് സസ്റ്റെയിനിങ് കേഴ്സ്ഡ് കോപ്സ് ഉണ്ടാക്കണമെങ്കിൽ 3 കോമ്പാറ്റബിൾ സോൾസ് നിങ്ങൾക്ക് വേണം. അതിനെ ബാലൻസ് ചെയ്ത് ടുഗെദറായിട്ട് അതിനെ ബൗണ്ട് ചെയ്ത് വെക്കണം. ഈച്ച് റെപ്രസെൻറ്റിങ് എ കോർ പേഴ്സണാലിറ്റി. ഓരോ സോളും ഓരോ കോർ പേഴ്സണാലിറ്റീനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം പാണ്ഡയ്ക്ക് ഒരു കാം കോറും ഉണ്ട്, ഒരു അഗ്രസീവ് കോറും ഉണ്ട്, ഒരു സപ്പോർട്ടീവ് കോറും ഉണ്ട്. അതുകൊണ്ട് തന്നെ പാണ്ഡേനെ ഒരു ടൂളായിട്ടല്ല, പാണ്ഡേനെ ഒരു ജീവനുള്ള വ്യക്തിയായിട്ടാണ് എല്ലാവരും കാണുന്നത് തന്നെ. ഇതാണ് നമ്മുടെ ഹയർ അപ്സിനെ ടെറിഫൈ ചെയ്തത്. അതായത് അവരിതുവരെ ഇതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. ആ ഇടയ്ക്ക് യാഗ വന്നിട്ട് ആർട്ടിഫിഷ്യൽ ലൈഫിനെ മാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് സാധിക്കുന്നു, അതും ഫീലിങ്സും ഇൻഡിവിജ്വൽ വ്യക്തിത്വത്തോടും കൂടി. സോ ഇത് അവരുടെ പരമ്പരാഗതമായ കുറച്ച് റൂൾസിനെയൊക്കെ തച്ചുടയ്ക്കുമെന്ന് എൽഡേഴ്സിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൽഡേഴ്സിനെ യാഗ ഒരു പ്രിൻസിപ്പിളായിട്ടൊന്നും അല്ല അവരെ കണ്ടത്, ഒരു ത്രെട്ടായിരുന്നു അവരുടെ സിസ്റ്റത്തിനെതിരെ. പിന്നെ യാഗ തന്നെ പറയുന്നുണ്ട്, യാഗ പാണ്ഡേനെ ക്രിയേറ്റ് ചെയ്തത് ഒരു യുദ്ധത്തിനുള്ള ഉപകരണമായിട്ടൊന്നുമല്ല. പാണ്ഡേനെ ക്രിയേറ്റ് ചെയ്തത് സോൾസറേഴ്സ് ഈ ലോകത്ത് എലോൺ ആവരുത്, സ്ട്രെങ്ത് എമ്പതിയുടെ കൂടെ തന്നെ വളരണം. അതുപോലെ തന്നെ സിസ്റ്റം ഏകദേശം പൊട്ടാറായി. ഈ പുതിയൊരു എറയിൽ ഇതൊന്നും നടക്കുകയില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പിള്ളേരെ ബലി കൊടുക്കുന്ന നിർത്തിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സാക്രിഫൈസിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ വേണമെങ്കിൽ അതിന് നമുക്ക് സ്കേപ്പ് ഗോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഏരയായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ബീയിങ്ങിനെ നമുക്കിതിന് വേണ്ടി ഇടാം. സോ ഇത്തരം മോട്ടീവ്സ് ഒക്കെ വെച്ചാണ് അദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗോജോ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോക്കിയാലും ഇതിൻ്റെ അടിസ്ഥാനം ഉറപ്പാക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റും. അതായത് യാഗയും ഗോജോയും
ക്വയറ്റ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. യാഗയാണ് ഗോജോനെ പൊളിറ്റിക്കൽ ബാക്ക്ലാഷിൽ നിന്നും പലതവണ ഷീൽഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗോജോയ്ക്ക് നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ഉണ്ട് യാഗേനെ. രണ്ടുപേരും എൽഡേഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നവരാണ്. ബട്ട് ചെറിയൊരു ഐഡിയോളജി വ്യത്യാസമുണ്ട്. ഗോജോ പവർ വെച്ചാണെങ്കിൽ യാഗ പ്രിൻസിപ്പിൾസ് വെച്ചാണ്. പിന്നെ നമുക്കറിയാം സീസൺ 2 ഷിബുയ ഇൻസിഡൻറ്റ് കഴിയുമ്പോഴേക്ക് യാഗയുടെ മേലിൽ അടിച്ചേൽക്കുക, അതായത് ആണിയിടിക്കുക ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു എൽഡേഴ്സ്. അതുകൂടെ കഴിഞ്ഞപ്പോഴേക്ക് ജുജുത്സു വേൾഡ് കയോസിലാകുകയും ഗോജോനെ സീലാകുകയും ചെയ്തു. ആ ഒരു ടൈമിൽ എൽഡേഴ്സിന് തന്നെയായിരുന്നു കൺട്രോൾ കൂടുതൽ വീണ്ടും കിട്ടിയത്. ഈ ഒരു ടൈമിൽ അവർ ബ്ലെയിം ചെയ്യുന്നത് മാസമിച്ചി യാഗേനെയൊക്കെയാണ്. അദ്ദേഹം ഇതിൽ പാർട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഒരു ചാർജ്, ഒരു കുറ്റം അങ്ങ് ഇട്ടിട്ട് എക്സിക്യൂഷൻ ഓർഡർ കൊടുക്കുകയാണ്, ഒരു റിബല്യനെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ എൽഡേഴ്സ് യാഗേനെ ഡെത്ത് സെൻറ്റൻസിന് വിധേയനാക്കുന്നു. ഈ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്രൈംസിനൊന്നുമല്ല, അവർക്കറിയാം ഇനിയും യാഗ നിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്ര നല്ലതല്ലായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഇവൻ ക്രിയേറ്റ് ചെയ്ത പാണ്ഡേനെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സീക്രട്ട് മെത്തേഡ് ഉണ്ടല്ലോ, സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള കേഴ്സ്ഡ് കോപ്സിനെ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, അതിൻ്റെ സീക്രട്ടും ഇവർക്ക് വേണം. സോ അതിനെ തുടർന്നാണ് നമ്മുടെ ഗാക്കുഗൻജി, അതായത് നമുക്കറിയാലോ ക്യോട്ടോ ജുജുത്സു ഹൈയുടെ പ്രിൻസിപ്പാളിനെയാണ് യാഗേനെ കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ എൽഡേഴ്സ് നിയോഗിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു സിംബോളിക് ക്രൂവൽറ്റി തന്നെ പറയാം. രണ്ട് പ്രിൻസിപ്പളുമാണ്, രണ്ട് ഐഡിയോളജീസുമാണ്, വൺ ഫോഴ്സ് ടു കിൽ ഈച്ച് അതർ. സോ യാഗേനെ അവസാനം നമ്മുടെ ഗാക്കുഗൻജി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അവസാന നിമിഷമാണ് നമ്മുടെ യാഗ ഗാക്കുഗൻജിയുടെ ആ ഒരു സീക്രട്ട് പറയുന്നത്. ഏതായാലും അവനെ വിശ്വസിക്കുകയാണ്. അവൻ്റെ മരണത്തിൽ പോലും അവൻ ആൾക്കാരെയാണ് വിശ്വാസം, പവറിനേക്കാളും കൂടുതൽ. സോ അങ്ങനെ, അതായത് ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് എപ്പിസോഡ് ജുജുത്സു കൈസൻ സീസൺ 3 എപ്പിസോഡ് 5 കഴിഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു എപ്പിസോഡിലാണ് യാഗയുടെ ഡെത്തും കാണിക്കുന്നത്. സോ യാഗ അങ്ങനെ മരിക്കുകയാണ്. യാഗയുടെ ഡെത്ത് ഒരു സൈലൻ്റ് ആൻഡ് അൺജസ്റ്റ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് പറയുവാൻ പറ്റുള്ളൂ. ഇനി യാഗയുടെ ലെഗസി നോക്കിയാലോ, പാണ്ഡ തന്നെയാണ് യാഗയുടെ ഏറ്റവും വലിയ ലെഗസി. കാരണം പാണ്ഡ ഒരു ലിവിങ് പ്രൂഫാണ് ആർട്ടിഫിഷ്യൽ ലൈഫിനെ ജീവിക്കുവാൻ പറ്റുമെന്ന് തന്നെ. അതുപോലെ തന്നെ യാഗയുടെ കൈൻഡ്നെസ്സും അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഗാക്കുഗൻജി പാണ്ഡ വന്ന് തന്നെ അറ്റാക്ക് ചെയ്യുമെന്ന നിമിഷം ഓർത്തിരിക്കുമ്പോൾ ഓടിച്ചെന്നിട്ട് നമ്മുടെ യാഗയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ഇമോഷണലി പാണ്ഡ കരയുന്നൊക്കെയുണ്ട്. അത് തന്നെ ഇതിനൊരു എക്സാമ്പിളായിട്ട് കാണാം. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ രീതിയിൽ നോക്കിയാൽ ലെഗസി പിന്തുടരേണ്ടിയിരിക്കും. എടുത്തു പറയുകയാണെങ്കിൽ യൂജി, യൂട്ട, മാക്കി, പാണ്ഡ ഇവർക്കെല്ലാവർക്കും തന്നെ ഈ യാഗയുടെ ലെഗസി ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. സോ കണ്ടിരിക്കുന്ന സ്പെക്ടേറ്റേഴ്സ്, അതായത് നമ്മളെപ്പോലെയുള്ളവർക്ക് ജുജുത്സു സൊസൈറ്റീൻ്റെ എൽഡേഴ്സിൻ്റെ കറപ്ഷനും ഒരു മോറാലിറ്റി ഇല്ലാതെയും പിന്നെ ഒരു പുരോഗതിക്ക് ഈ എൽഡേഴ്സിനുള്ള ഒരു പേടിയും ഇത് കാണിക്കുന്നുണ്ട്. സോ ടു ബി ഹോണസ്റ്റ്, JJKയുടെ വേൾഡിലെ ഒരു ഫ്ലാഷിയോ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഒന്നും അല്ല യാഗ, ബട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഇൻ JJK എന്ന് നിസ്സംശയം പറയാം. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ലൈനിനി നമ്മുടെ യാഗയെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻ എ വേൾഡ് ദാറ്റ് ക്രിയേറ്റ് മോൺസ്റ്റേഴ്സ് ഫ്രം ഹേറ്റ്രഡ്, മാസമിച്ചി യാഗ ക്രിയേറ്റഡ് ലൈഫ് ഫ്രം കമ്പാഷൻ ആൻഡ് പ്രൂവ് ദാറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് ക്രൈം ഓഫ് ഓൾ എന്ന് നിസ്സംശയം പറയാം. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ആൻഡ് കാനോണിക്കലി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള JJKയിലെ പ്രിൻസിപ്പിൾ ഓഫ് ടോക്കിയോ ജുജുത്സു ഹൈ മാസമിച്ചി യാഗയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഏറ്റവും ചുരുങ്ങിയ എക്സ്പ്ലനേഷനിൽ ഞാൻ എല്ലാം ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്ത ജുജുത്സു കൈസൻ ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ആൻഡ് പവർ മേക്കപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Too long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul, just tell them, hey.